ചെയ്യാൻ എന്നെ അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, ഇല്ല. ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു മണ്ണാകട്ടിയില്ല. എന്നെ എന്തിനെങ്ങനെ വളർത്തി വലുതാക്കിയിട്ട് നാട് കെട്ടവനായിട്ട് മറ്റുള്ള ഉപരികളെ ഇട്ടു കൊടുക്കണ? ഈ മരണം വന്ന് വിളിക്കുമ്പോഴേ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾ മകനായിട്ട് ജനിക്കുന്നതാണ്. അത് തന്നെ പ്രാർത്ഥന. അത് മനസ്സിൽ പ്രാർത്ഥിക്കും, മനസ്സിൽ പ്രാർത്ഥിക്കും. അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓ, നിങ്ങളൊക്കെ കൂടുതൽ സങ്കടപ്പെട്ടവല്ല ഞാൻ. എനിക്കൊരു കണ്ണീരില്ലേ? അതുകൊണ്ട് ഞാനിപ്പോ എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ പോവാ. എന്തിനാ ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ ജീവിക്കണേ? നിങ്ങൾ പറ, എന്തിനാ ഞാൻ ജീവിക്കണേ? എനിക്ക് ജീവിക്കണ്ട. എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. അമ്മയാണെന്നൊക്കെ ഞാൻ മറന്നു പോവുക. അതുകൊണ്ട് ഞാൻ പറയണേ, എന്റെ അടുത്തേക്ക് വരാൻ. എനിക്കെന്റെ ആഗ്രഹത്തിനകത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് എന്റെ ഇഷ്ടത്തിന് മരിക്കാനെങ്കിലും പറ്റില്ല. ഈ താമസിക്കുന്ന വീട് സ്വർഗമായിട്ട് കാണുന്നതാണ് പറയാറ്. പക്ഷെ എനിക്കിത് സ്വർഗമല്ല, എനിക്കിത് നരകം. മോനെ, ദൈവത്തിന് നിരക്കാത്തൊന്നും പറയാൻ പ്രവർത്തിക്കും ചെയ്യല്ലേ. എടാ, നിന്റെ അമ്മയെ പറയുന്നേ, വാടാ. എടാ മോനെ, നിന്റെ ആഗ്രഹം എന്താണെങ്കിലും ഈ അമ്മ സാധിച്ചു തരും. വാ മോനെ, വാടാ പ്ലീസ്. ഓഹോ, ഇത്രയും വർഷമായിട്ട് നടക്കാത്തത് ഇനി നടക്കുമെന്ന് പറഞ്ഞ് കേട്ടേ ഞാൻ ഇനി സന്തോഷിക്കാൻ അതിന് വേണ്ടി കാത്തിരിക്കാനേ എനിക്കിനി മനസ്സില്ല. ഈ മോഹവും സ്വപ്നമൊക്കെ കൊടുത്തോരോ ചോദ്യത്തിന് മുന്നിലേ ഇനി ഇങ്ങനെ നട്ടല് വളച്ച് തല കുറിച്ച് നിൽക്കാൻ പ്രാപ്തിയില്ലാത്തോണ്ടേ ഞാൻ യാത്ര ശ്രമിക്കുക. ശാല്യത്തുള്ളൊരു ജീവിതം അതെന്നിൽ നിന്ന് ഒരുപാട് അകലെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഭൂമിയിലെ ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല. അപ്പം സ്വർഗത്തിലെങ്കിലും അത് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാം. രാഘവേട്ട, ഒരുപാട് ആലോചിച്ച് ഞാൻ എടുത്ത തീരുമാനം. എന്റെ നിലപാടുകൾക്കും കടുംപിടുത്തത്തിനും കാലപ്പഴക്കം സംഭവിച്ചുവെന്ന് എനിക്ക് തന്നെ ബോധ്യമായി. അതുകൊണ്ട് സത്യഭാമയെ തന്നെ തിരുത്താൻ തീരുമാനിച്ചു. ഇതറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എന്റെ കുഞ്ഞേച്ചി തന്നെയാ. ശരിയാ. ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ പങ്കുകൊള്ളാൻ ശാലിനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോ ഈ വെഡിങ് ആനിവേഴ്സറി നമ്മൾ അങ്ങ് പൊളിക്കുന്നു. പിന്നെ അല്ല. വിഷ്ണു, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നെ? നിനക്ക് സന്തോഷായില്ലേ? അമ്മ ശരിയായ മനസ്സോടെയാണോ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്? എനിക്കറിയാം നിനക്കിത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനാവില്ലെന്ന്. പക്ഷെ മോനെ, നിന്റെ അമ്മ ഇത് ആത്മാർത്ഥമായിട്ട് തന്നെയാ പറയുന്നത്. ഇനി നിന്റെ ഒപ്പം, നിന്റെ കൂടെ, നിന്റെ ശാലിനിയും വേണം. ശ്യാമേ, നിനക്ക് പോയി വിളിക്കണമെങ്കിൽ പോയി വിളിക്കാം. അതല്ല ഫോൺ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ. ശാലിനി വിളിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഭാമേ, ശ്യാമ പോയി എങ്ങനെ വിളിക്കാനാ? ശ്യാമയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ശ്യാമയുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവള് പോയി വിളിക്കുന്നത് ശരിയാണോ? അത് ശരിയാ. വീട്ടിലെ തല മുതിർന്നവരാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോയി വിളിക്കേണ്ടത്. അത് തന്നെ. അപ്പോ നിങ്ങളെല്ലാം പറയുന്നത് ഞാൻ പോയി വിളിക്കണം എന്നാണോ? പിന്നല്ലാതെ. അല്ലടോ മോനെ. അമ്മ പോയി വിളിക്കുന്നതും ഇവര് പോയി വിളിക്കുന്നതും രണ്ടല്ലേ? അമ്മ
അമ്മ വിളിച്ച പിന്നെ ശാലിനിക്ക് മറിച്ചൊന്നും പറയാനാവില്ല. ഞാനൊരിക്കൽ വിളിക്കാൻ വേണ്ടി പോയതല്ലേ മോനെ. അത് വീണ്ടും പോകുന്നത് ശരിയല്ലല്ലോ. ഒരു ശരിയേടും ഇല്ല. നീയാണ് ഈ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം തീരുമാനം എടുത്തത്. അപ്പൊ നീ പോയി വിളിക്കുന്നതല്ലേ ശരി? അതെ സത്യമ്മ, കുഞ്ഞേച്ചിയെ സത്യമ്മ തന്നെ വിളിച്ചാ മതി. എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണെങ്കിൽ ഞാനായിട്ട് എതിർക്കുന്നില്ല. ഡാ, വാ. അമ്മ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാ. അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാം. പിന്നെ അമ്മ പോയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷണിക്കണേ. അമ്മേ